Hello everyone, welcome back to my YouTube channel. My name is Arpo, your friendly neighborhood music producer, DJ and music composer. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു എൻട്രി ലെവൽ ഡി ജെ കൺട്രോളറിനെ പറ്റിയാണ്. വെറും ഒരു എൻട്രി ലെവൽ ഡി ജെ കൺട്രോളർ എന്ന് പറഞ്ഞ് ഇതിനെ കുറച്ച് കാണിക്കാനൊന്നും പറ്റില്ല. സോ എനിക്ക് തോന്നണത് ദ ബെസ്റ്റ് എവർ എൻട്രി ലെവൽ ഡി ജെ കൺട്രോളർ ദാറ്റ് ഹാവ് എവർ പ്രൊഡ്യൂസ്ഡ്, and that's none other than Pioneer DJ DDJ FLX4. അപ്പോൾ നിങ്ങൾ ചോദിക്കും, why DDJ FLX4 is the best for a beginner? അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണത്തിൽ പറയാൻ പറ്റില്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, നമ്പർ 1 ഈ സാധനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ലൈക്ക് 32,000 രൂപ എടുത്താണ് നിങ്ങൾ ഈ സാധനം വാങ്ങണത്. ഇതൊരു പ്ലാസ്റ്റിക് മെയ്ഡ് കൺട്രോളറാണ്. പക്ഷേ ഈ ചില കൺട്രോളേഴ്സ്, ഏത് കൺട്രോളാണെന്ന് ഞാൻ പറയണില്ല, ചില കൺട്രോളേഴ്സ് ഉണ്ടാക്കണ പോലത്തെ ഈ വളരെ ഡ്യൂറബിൾ അല്ലാത്ത പ്ലാസ്റ്റിക് ഒന്നും തറയിൽ വീണ പൊട്ടിപ്പോണ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഇതിൽ പൈനർ യൂസ് ചെയ്തേക്കണത്. ഈ സാധനത്തിന് ഒരു ബീറ്റിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. ഒന്ന് കയ്യിൽ നിന്ന് അറിയാണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് താഴെ വീണാലും ഇതിനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ എന്നും പറഞ്ഞ് നിലത്തിട്ട് പൊട്ടിക്കരുത്. ഓക്കെ, അതല്ല ഞാൻ പറയണത്. ഇറ്റ് ക്യാൻ ടേക്ക് എ ബീറ്റിംഗ്. ഓക്കെ, നമ്മൾ ഗിഗിന് പോയി വരുമ്പോൾ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലൊക്കെ നമുക്ക് ഈസിലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൺട്രോളറാണ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടാണ് ഇത് ബിഹേവ് ചെയ്യണത് ഈ കൺട്രോളർ. ജോഗ് വീൽസ് ആണെന്നുണ്ടെങ്കിലും ബട്ടൺസ് ആണ്, ഇതൊക്കെ പാഡ്സ് ആണ്. ഈ അക്കായിടെയൊക്കെ MP5 MP4 MP5 കാണുന്ന പോലെ റബ്ബറൈസ്ഡ് പാഡ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഫെയ്ഡേഴ്സും ടെമ്പോ ഫെയ്ഡേഴ്സും ആണെങ്കിലും വോളിയം ഫെയ്ഡേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ നോബ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഈച്ച് ആൻഡ് എവറി ബട്ടൺ അത് പ്രിസൈസ്ലി അതിൻ്റെ അസൈൻഡ് ആയിട്ടുള്ള ടാസ്ക് അത് എന്തായാലും പ്രിസൈസ്ലി ചെയ്തിരിക്കും വൺസ് സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ് ഇതിൻ്റെ കമ്പാറ്റബിലിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ലാപ്ടോപ്പ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കയ്യിലൊരു ലാപ്ടോപ്പ് ഇല്ലെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ലാപ്ടോപ്പ് എടുക്കാൻ മറന്നു എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത് ടാബ് ഉണ്ട്. ടാബ് കൊണ്ട് നമുക്ക് ഈ കൺട്രോളർ യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ സ്മാർട്ട് ഫോൺ കൊണ്ടുവരെ ഈ കൺട്രോളർ യൂസ് ചെയ്യാം. കാരണം ഇതിന് വരുന്നത് 5 വോൾട്ടിൻ്റെ പിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ സി ടൈപ്പ് ഇല്ലേ, നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം, സെയിം സി ടൈപ്പിൻ്റെ പിന്നാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി ഫോണായിട്ടും ടാബായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഈ കൺസോള് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഒരു പ്രിവിലേജ് കിട്ടും. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റെക്കോർഡ് ബോക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, ബിഗിനേഴ്സ് ആയിക്കോളെ ഈ വീഡിയോ കാണുന്നത് പൊതുവെ. അപ്പോൾ റെക്കോർഡ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DJ സോഫ്റ്റ്വെയർ ആണത്. അതായത് ഈ കൺട്രോളറും പൈനിയറിൻ്റെ എല്ലാ സിസ്റ്റംസും ഓൾ ഇൻ വൺ സിസ്റ്റം ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ കൺട്രോളേഴ്സ് ആയിക്കോട്ടെ, പൈനിയർ DJയുടെ DJ സോഫ്റ്റ്വെയർ ആണ് റെക്കോർഡ് ബോക്സ്. ഓക്കെ, അതിൽ നമുക്ക് മ്യൂസിക്കോ ഓർഗനൈസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കാം, ക്യൂ പോയിൻറ്റ്സ് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന മ്യൂസിക്കിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ റെക്കോർഡ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ഓരോ DJ മാനുഫാക്ചേഴ്സിനും ഓരോ DJ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഇപ്പോൾ പൈനിയറിൻ്റെ DJ സോഫ്റ്റ്വെയർ ആണ്, പൈനിയർ DJ റൺ ചെയ്യുന്ന DJ സോഫ്റ്റ്വെയർ ആണ് റെക്കോർഡ് ബോക്സ്. അതുപോലെ തന്നെ ഡെനൻ, നുമാർക്ക് ഇതൊക്കെ റൺ ചെയ്യുന്നത് എൻജിൻ DJ എന്ന് പറഞ്ഞൊരു DJ സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, അപ്പോൾ പൈനിയർ DJ FLX4 വാങ്ങിക്കുന്ന ഒരാൾക്ക് റെക്കോർഡ് ബോക്സ് ഫ്രീ പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഈ റെക്കോർഡ് ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ റെക്കോർഡ് ബോക്സിന് ഫ്രീ പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഈ ഹാർഡ്വെയർ കൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് എനിക്ക് തോന്നുന്നത് ഈ കൺട്രോളറിനെ ദ ബെസ്റ്റ് ആക്കുന്ന മെയിൻ
പോയിൻ്റാണത്. ബിക്കോസ് പൈനിയർ ഡി ജെ ആണ് ഗ്ലോബലി ഡി ജെ ഗിയർ വേൾഡ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒരു ക്ലബിൽ അല്ലെങ്കിൽ ഒരു റോട്ടിലായിക്കോട്ടെ, ക്ലബിലാ അല്ലെങ്കിൽ ഏത് പരിപാടിക്ക് പോയി നോക്കിയാലും അവിടെ ഒരു ഡി ജെ ഉണ്ടെങ്കിൽ ആ ഡി ജെയുടെ കയ്യിലിരിക്കുന്ന ഗിയർ അത് പൈനിയർ ആവാനാണ് ചാൻസ് കൂടുതൽ. 99% പൈനിയർ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ പൈനിയറിൻ്റെ ഈ ലേഔട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊരു സി ഡി ജെ മിക്സർ, സി ഡി ജെ ഒരു സ്റ്റിമുലേറ്റർ ആണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ ഭാഗം, ഈ ജോഗ് വീലിൻ്റെ ഭാഗങ്ങൾ, ഈ ലേഔട്ട്, ഇതിൻ്റെ ലേഔട്ടാണ് ഏറ്റവും വലിയ കാര്യം. ഈ ലേഔട്ട് എന്ന് പറയുന്നത് സി ഡി ജെ മിക്സർ, സി ഡി ജെ എങ്ങനെയാണോ ഒരു ക്ലബിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൈനിയറിൻ്റെ ഡി ജെ ഗിയർ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ കൺട്രോളർ ഇരിക്കുന്നത്. ഇതിൻ്റെ ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റ് പോലും അങ്ങനെ തന്നെയാണ് വന്നേക്കണത്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ കൺട്രോളറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലബിൽ ഒരു ഷോയ്ക്ക് പോകണേണ്, അവിടെ നിങ്ങളുടെ കൺട്രോളർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി ഒരു പൈനിയറിൻ്റെ സി ഡി ജെ മിക്സർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി പോയി ഒരു കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം പൈനിയർ അത്രയും ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതിൽ. ഇതിൻ്റെ ഓരോ ബട്ടൺസിൻ്റെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും അത് പൈനിയർ എക്സാക്ട്ലി എങ്ങനെയാണോ ഒരു സി ഡി ജെയിലുള്ളത് അതിൻ്റെ ഒരു കോപ്പി പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് എനി ഇഷ്യൂസ് നിങ്ങൾക്ക് പൈനിയറിൻ്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏത് ഗിയറിൽ പോയാലും യു വിൽ ഫീൽ ലൈക്ക് ഹോം. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിന്റ്. റെക്കോർഡ് ബോക്സ് മാത്രമല്ല ഈ ഗിയർ കമ്പാറ്റബിൾ ആയിട്ടുള്ളത്, വേറൊരു ഡി ജെ സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്. അതാണ് സെറാട്ടോ. സെറാട്ടോ എന്ന് പറയുന്ന ഒരു ഡി ജെ സോഫ്റ്റ്വെയർ ഉണ്ട്, അതും കമ്പാറ്റബിൾ ആണത്. സെറാട്ടോ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സെറാട്ടോനെ ഈ ഒരു കൺട്രോളർ വെച്ചിട്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ. പക്ഷേ സെറാട്ടോൻ്റെ ഒപ്പം കൺട്രോൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രയൽ വേർഷനേ കിട്ടുള്ളൂ നിങ്ങൾക്ക്, അതിൻ്റെ ഫ്രീ വേർഷനേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ റെക്കോർഡ് ബോക്സിലുള്ള പോലെ ഫ്രീ പ്ലസ് എന്നുള്ള വേർഷൻ അതിൽ കിട്ടില്ല, നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഈ പെർട്ടിക്കുലർ കൺട്രോളറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഈ കൺട്രോളറിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ക്രോസ് ഫൈഡർ എഫക്ട്സ് ഉണ്ട്. ക്രോസ് ഫൈഡർ എഫക്ട്സ് അടിപൊളിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഡെക്കിൽ ഒരു 120 BPM, അതായത് റൈറ്റ് സൈഡിലത്തെ ഡെക്കിൽ ഒരു 120 BPM-ലുള്ള ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഒന്ന് സ്വിച്ച് ചെയ്ത് ഒരു 90 BPM-ലുള്ള ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ ബിഗിനേഴ്സിന് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് ആക്ട് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വരും. അതായത് ഇപ്പോൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ട്രാക്ക് മാറ്റാൻ പറയും ആൾക്കാർ, ലൈക്ക് അവരുടെ ഇൻട്രോക്കൊക്കെ വേണ്ടി പെട്ടെന്ന് ട്രാക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഒരു സ്മാർട്ട് ഫൈഡർ എഫക്ട്സ് എന്നാണ് അതിനെ പറയണത്. ഈ ഭാഗം കണ്ട, ഈ ക്രോസ് ഫൈഡറിൻ്റെ ഇവിടെ ആയിട്ട് സ്മാർട്ട് ഫൈഡർ എഫക്റ്റ് ഉണ്ട്. ഈ സ്മാർട്ട് ഫൈഡർ എഫക്റ്റ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞിട്ട് ഈ ക്രോസ് ഫൈഡർ ഏത് സൈഡിൽ നിന്നാണോ ആ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഒരു സിങ്ക് ബട്ടൺ ഉള്ള പോലെ തന്നെ, ഈ സിങ്ക് ബട്ടൺ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അത് നമ്മുടെ ടൈം സ്ട്രെച്ച് ആവും, ടെമ്പോ സ്ട്രെച്ച് ആവും. ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡി ജെ നമ്മൾ ഒരുപാട് ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടി, ലൈക്ക് ജസ്റ്റ് ഒരു ക്രോസ് ഫൈഡർ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കും. ലൈക്ക് അത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ ക്ലബ്സ് മാത്രമല്ല പ്ലേ ചെയ്യണം, ഞാൻ വെഡ്ഡിങ്സ് പ്ലേ ചെയ്യണ ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അവൈലബിലിറ്റി ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അവൈലബിലിറ്റി, ഞാൻ ആ ഫീച്ചർ വളരെ വെൽക്കമിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്മാർട്ട് ഫൈഡർ ഈസ് എ ഗുഡ് ചോയ്സ്. ഓക്കെ, ദെൻ പിന്നെ വേറെ ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ
ഈ സ്മാർട്ട് സി എഫ് എക്സ് ആണ്. സ്മാർട്ട് സി എഫ് എക്സ് ഈസ് ഓൾസോ വെരി ബ്രില്യൻ്റ്ലി ഡിസൈൻ ബൈ പൈനർ ഡി ജെ. അത് ആ സ്മാർട്ട് സി എഫ് എക്സ് നിങ്ങൾക്ക് കളർ എഫക്ട്സ് ആണത് ആക്ച്വലി. ഇപ്പോൾ പൈനർ ഡി ജെയുടെ മിക്സറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കളർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 6 ബട്ടൺ 4 ബട്ടനൊക്കെ കാണും. ചിലതിൽ 6 ഉണ്ടാവും, ചിലതിൽ 4 ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്മാർട്ട് കളർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കളർ എഫക്ട്സിൻ്റെ ബ്ലെൻഡാണത്. അത് വളരെ രസമാണ് അത് കേൾക്കാനായിട്ട്. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലൊരു ഫീച്ചറാണ്, വളരെ രസമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ സ്മാർട്ട് സി എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വേറൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ് ഫോർ ഇറ്റ്സ് പ്രൈസ്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇതിന് RCA ഔട്ട്പുട്ടാണ് വന്നത്. RCA ആണ് ഔട്ട്പുട്ട്സ് വന്നത്. ഇതിന് ബൂത്ത് മോണിറ്റേഴ്സ് ഇല്ല. ഒരു മൈക്കിനുള്ള ഇൻപുട്ട് ഉണ്ട്, പക്ഷെ അതും വലിയ കാര്യമൊന്നുമില്ല. ആകെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു RCA ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് വന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ ഈ RCA ഔട്ട്പുട്ട് എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അത് ഇറ്റ്സ് ബെറ്റർ ടു, ഇതാരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദാറ്റ് RCA കേബിൾ വിത്ത് യു. RCA to XLR ആണ് ഏറ്റവും ബെറ്റർ. ഇത് മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്സ് ആയിട്ടും കമൻസ് ആയിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യുക. ഐ വിൽ ബി സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ആൻഡ് ഇഫ് യു ആർ എ ബിഗിനർ, I'll say it again, this is the best thing you can buy for money. And thinking of money, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, അതൊരു വിട്ടുപോയൊരു കാര്യമാണ്. ഇതിന് ഞാൻ മേടിച്ചപ്പോഴേക്കും 2 വർഷം മുന്നേ ഞാൻ മേടിച്ചപ്പോഴേക്കും ഈ കൺട്രോളറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 30,000 ആയിരുന്നു. ഞാൻ 30,000-നാണ് ഈ കൺട്രോളർ മേടിച്ചത്. അന്നെന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. 30,000-നാണ് എനിക്ക് കിട്ടിയത്. വേറെ അഡീഷണൽ എനിക്കൊന്നും പേ ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ കാരണം ഏകദേശം ഒരു 2,000 rupees ഇതിന് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ 2,300 rupees ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 32,000 33,000 ഇടയിലാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രൈസ് റേഞ്ച് ഇരിക്കുന്നത്. ആൻഡ് എഗെയിൻ ഓൺ ദാറ്റ് പ്രൈസ് റേഞ്ച് ഇതിനെ വെല്ലാനായിട്ട് വേറൊരു കൺട്രോളർ ഇല്ല. ഇതിനൊരു പകരക്കാരനാവാനായിട്ടുള്ള ഒരു കൺട്രോളർ ഇല്ല മാർക്കറ്റിൽ ഇപ്പോൾ. കാരണം അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് ഉള്ള ഫാക്ടേഴ്സാണ്. പിന്നെ ഇതിന് 2 കളർ ഓപ്ഷനാണ് വന്നത്. ഒന്ന് വൈറ്റും ഉണ്ട്, ഒരെണ്ണം ബ്ലാക്കും ഉണ്ട്. എനിക്ക് ബ്ലാക്കാണ് പൊതുവേ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ വൈറ്റ് മൊത്തം വൈറ്റാണ് വന്നത്. നല്ല പ്യോർ വൈറ്റ്, പേൾ വൈറ്റ് ആയിട്ടാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നത്. അതിൻ്റെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ വൈറ്റ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വൈറ്റ് എടുക്കാം, നോ ഇഷ്യൂസ്. വെറൈറ്റി ആയിട്ട് കൊണ്ടുനടക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇത് ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനും വാങ്ങിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ ഒഫീഷ്യൽ ഡീലേഴ്സ് ഉണ്ട്. പൈനറിൻ്റെ ആൽഫത്തീറ്റയുടെ ഒഫീഷ്യൽ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം. എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കിയ ശേഷം വാങ്ങാം. ഇപ്പോൾ ഈ കൺട്രോളർ മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് ഓൾ ഇൻ വൺ സിസ്റ്റംസും കൺട്രോളേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് സെൻറ്റർ ആണത്. അപ്പോൾ അത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സോ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.